ഇന്നലെ ശശി തരൂർ എന്തിന് പന്നിൻ രവീന്ദ്രനെ ജയിപ്പിക്കണം തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പന്നിന്റെ പ്രതികരണം. ശശി തരൂരിന്റെ തലസ്ഥാനത്തെ മധ്യവർഗം കൈവിട്ടതായി LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു. തരൂരിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടാകും. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് തരൂരിന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും മത്സരമെന്നും പന്നിൻ ന്യൂസ് 18നോട് പറഞ്ഞു. നിശബ്ദ പ്രചരണത്തിൽ ദിവസമാണെന്ന് സ്ഥാനാർത്ഥികൾ പരമാവധി അവസാനവട്ടം എല്ലാവരെയും നേരിൽ കണ്ട് കാണാനുള്ള വിട്ടുപോയ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ചേരുന്നു. ഇനി 24 മണിക്കൂർ താഴെയുള്ളൂ വോട്ടിംഗ് തുടങ്ങാൻ. എങ്ങനെയുണ്ട് ഈ സമയത്തെ പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയിൽ ഒരു കോട്ടമില്ല. പ്രതീക്ഷ വാനോളമാണ്. പക്ഷേ നമ്മൾ മേലെ കയറിയില്ല എന്ന് മാത്രമേ, നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ അവസാനത്തെ കൊട്ടിക്കലാശം ക്രെയിനിന് മുകളിൽ ആ 2 സ്ഥാനാർത്ഥികൾ അവർ മേലെ പറക്കട്ടെ. അതാണ് രണ്ടുപേരും മേലെ പറത്തപ്പെട്ടെ. ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ് എനിക്ക് എങ്ങനെ ധൈര്യം വന്നു. ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. മറുപടി അതെ, അദ്ദേഹത്തിനാണ് മറുപടി. അദ്ദേഹം പറഞ്ഞ് പന്നിൻ രവീന്ദ്രൻ എങ്ങനെ ഈ ധൈര്യത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. 2005 ഇവിടെ ഒരു MP ആയിരുന്ന ഒരാളാണ് ഞാൻ. അത് പലരും വിട്ടുപോയി, നിങ്ങളിൽ പലരും വിട്ടുപോയി. നിങ്ങളെ കൂട്ടത്തിൽ ഒരു ചാനലുകാരൻ അങ്ങനെയൊന്നും അറിയേയില്ല. ഒരു ചാനലുകാരൻ 2005 ഞാൻ MP ആയ കാര്യം അറിയേയില്ല, ചാനൽ അവതാരികനും അറിയില്ല. ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ അങ്ങ് പറഞ്ഞു LDFും BJPയുമായിട്ടാണ് പോരാട്ടം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, BJPയും UDFും തമ്മിൽ മത്സരമാണ് 2ാം സ്ഥാനത്തേക്ക്. കേരളത്തിൽ പൊതുവെ പറയുന്നത് ഗോവിന്ദൻ മാഷ് സംസാരിച്ചാൽ അത് ശരിയാണ്. കേരളത്തിൽ പൊതുവെ UDF നമ്മളുമാണ്. പന്നിൻ രവീന്ദ്രനാണ് മാധ്യമങ്ങളെ അരുണിനോട് സംസാരിച്ചത്. നമുക്ക്